നന്ദന ഇപ്പൊ പറഞ്ഞല്ലോ PhD റിസർച്ച് ചെയ്യുന്നു. എന്താണ് മോഹിനിയാട്ടം? അല്ല, എൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ഭരതനാട്യം ആൻഡ് മോഹിനിയാട്ടം അക്കോർഡിംഗ് ടു ചതുർവിധ അഭിനയ. ഐ തിങ്ക് ഇറ്റ് ഇസ് മോർ ദാൻ 4 to 5 years അല്ലേ? അതെ, 5 years. 5 years. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ PhD. അതെ, അത് കഴിഞ്ഞ് PhD കിട്ടും, ഡോക്ടർ എന്നൊരു ലേബൽ കിട്ടും പേരിന്റെ മുന്നിൽ. എന്തായാലും നല്ല കാര്യമാണ്. കാരണം വേറെ നല്ല പഠനം എന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു അസറ്റാണ്. എങ്ങനെയാണ് ഈ സിനിമയിൽ വന്നത്, മലയാള സിനിമയിൽ വന്നത്? 4 വയസ്സ് മുതൽ ശരിക്കും അഭിനയിക്കുന്നുണ്ട്. ഒരു ആഡ് ഫിലിം ചെയ്തിട്ടുണ്ട്. വീട് നെയ്യാറ്റിൻകര. ഇവിടെ തന്നെ? ഇവിടെ തന്നെ. ശരി. 8ാം ക്ലാസ് വെക്കേഷൻ ആണ്. കായംകുളം കൊച്ചുണ്ണി സീരിയലിൽ ഞാൻ ഫസ്റ്റ് വരുന്നത്. കൊച്ചുണ്ണിയുടെ അനിയത്തിയായിട്ട് വാവച്ചി എന്ന് പറഞ്ഞ ക്യാരക്ടർ. അവിടെ നിന്നിട്ടാണ് ആക്ച്വലി സിന്ധു ചേച്ചി പരിചയപ്പെടുന്നതും. സിന്ധു ചേച്ചിയാണ് എന്നെ ആങ്കറിംഗിലേക്ക് കൊണ്ടുവരുന്നത്. മ്യൂസിക് മൊമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് സൂര്യ TV-യിൽ ആങ്കറിംഗ് ചെയ്യുന്നു. ഞാൻ ചെയ്യുന്ന പരിപാടി മ്യൂസിക് മൊമെന്റ്സ് കണ്ടിട്ടാണ് ലാൽ സാറ് അശോകേട്ടൻ്റെ വൈഫായിട്ട്, അപ്പോൾ അന്നൊരു പുതിയ കുട്ടി അവർ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എന്താ ഈ കുട്ടി ആയിക്കൂടെയെന്ന് നാൻസി, അതായത് സാറിൻ്റെ വൈഫ്, പ്രോഗ്രാം കണ്ടിട്ട് സാറിൻ്റെ അടുത്ത് പറയുകയും അങ്ങനെയാണ്. എനിക്ക് ഓഡീഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. സ്ട്രൈറ്റ് കോള് വരുമായിരുന്നു, ഇന്നേ ദിവസം എത്തണം എന്ന് പറഞ്ഞിട്ട് നേരെ പോകുന്നത് ലൊക്കേഷനിലോട്ടാണ്. അങ്ങനെയാണ് ടു ഹരിഹർ നഗറിലേക്ക് എത്തിപ്പെടുന്നത്. എന്നിട്ട് അവിടെ നിന്ന് പിന്നെ അതിന്റെ നെക്സ്റ്റ് പാർട്ടായിരുന്നു ഇൻഗോസ്റ്റോസിൻ. അപ്പൊ അതിനകത്ത് ചെയ്തു. എന്തുകൊണ്ട് പിന്നെ മലയാളത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്തില്ല, തമിഴിലോട്ട് പോയി? പിന്നെ അങ്ങനെ ഇല്ലായിരുന്നു. ഒരു അവസരം വന്നത് പിന്നെ തമിഴിൽ നിന്നായിരുന്നു പെട്ടെന്ന്. അപ്പൊ പിന്നെ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് ഹീറോയിൻ ആയിട്ടായിരുന്നു. നന്ദനയ്ക്ക് പാട്ട് വല്ലതും ഉണ്ടായിരുന്നു ഈ 2 പടത്തിലും? ആക്ച്വലി ഫസ്റ്റ് എനിക്ക് അറിയില്ലായിരുന്നു എങ്ങനെ ഈ ലിപ്സിങ്ക് ചെയ്ത് പാടുന്നതെന്നൊന്നും അറിയില്ല. അപ്പോൾ മാർത്താണ്ഡേട്ടനായിരുന്നു അസോസിയേറ്റ്. അപ്പം മാർത്താണ്ഡേട്ടൻ വന്നിട്ട് ഇതിങ്ങനെ പറഞ്ഞു. അപ്പൊ ഈ ബാക്കി എല്ലാവർക്കും എക്സ്പീരിയൻസ് ഉണ്ട് അഭിനയിച്ചിട്ട്. ലാസ്റ്റ് ഒരു ഇതുണ്ട്, എല്ലാവരും ഫുൾ ക്രൂ വരുന്നത്. അതിനകത്ത് 2 വരി, ഈ വരി പെട്ടെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അതിങ്ങനെ 4 പേർക്കും പറഞ്ഞു തന്നു. ഒന്ന് രോഹിണി ചേച്ചിയാണ്. രോഹിണി ചേച്ചി ഫുൾ എക്സ്പീരിയൻസ് ആർട്ടിസ്റ്റ് ആണ്. രോഹിണി ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, ലെന ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, റീന ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു. എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന്. ഞാനിങ്ങനെ ആലോചിച്ചിട്ട് ഇതെന്താ. അപ്പം ഞാൻ ഈ സമയത്ത് ലിപ്പ് എന്തൊക്കെയോ പറഞ്ഞു. പാർത്തേണ്ട പറഞ്ഞു എന്തൊക്കെയോ അല്ല പറയണ്ടേ, ഈ ലിറിക്സ് കറക്റ്റായിട്ട് പറയണോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ആ ലിറിക്സ് കുറേ നേരം കേട്ട് ഞാൻ പഠിച്ചു. അപ്പം ന്യൂ കമർ ആയത് കാരണം എനിക്ക് പറയാൻ പറ്റില്ലല്ലോ, ഒന്ന് ഇട്ട് തരുമോ കേൾക്കട്ടെ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അന്നത് അറിയില്ല എങ്ങനെയത് പാടുക. അതെ, ഇന്നാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ അയ്യോ ലിപ്സിംഗ് ചെയ്യാം. ലിപ്സിംഗ് ഇപ്പൊ സാർ എന്തെങ്കിലും പറഞ്ഞാൽ ലിപ്സിംഗ് വേണ്ടല്ലോ, ഇപ്പൊ ലിപ്സിംഗ് വേണ്ട, ഉറപ്പാണോ പാടാന്നുള്ളത്? ഇവിടെ എല്ലാവർക്കും ഇരിക്കണം എല്ലാരും കേൾക്കും. എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ, നിന്നു പിണങ്ങാതെ ഒന്നുകൂടെ പോരൂ പൂവേ, മാനത്തെ കൂട്ടിൽ മഞ്ഞുമൈനയുറങ്ങിയിലേ, താരാട്ടും പാട്ടിൽ മണിത്തത്തയുറങ്ങിയിലേ, പിന്നെയും നീ എന്റെ നെഞ്ചിൽ ചാരും ചില്ലിൻ വാതിലിൽ എന്തേ മുട്ടിയില്ല, എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ, നിന്നു പിണങ്ങാതെ ഒന്നുകൂടെ പോരൂ പൂവേ. സാറിന് മുമ്പിൽ പാടുമ്പോ നല്ല ടെൻഷനുണ്ട്. ചുമ്മാ പോലും ഞാൻ മര്യാദയ്ക്ക് പാടാറില്ല. ആക്ച്വലി പഠിക്കാൻ ഒരു സബ് മ്യൂസിക് ആണ്. അപ്പോ പണ്ട് ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട്. ചെറുപ്പം എന്ന് പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് ഇത് വരുന്നത്, ഏത് സ്കൂളിലാണ് പഠിച്ചത്? ഞാൻ കുന്നംകുളത്താണ് പഠിച്ചത്. കുന്നംകുളം ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി. അതെന്തൊരു അങ്ങ് പോയത്? അത് ആക്ച്വലി അച്ഛന് ജോലിയായിട്ട്, അച്ഛൻ മുനിസിപ്പാലിറ്റിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ അച്ഛന് പെട്ടെന്ന് ജോലി ട്രാൻസ്ഫർ കിട്ടിയത് കുന്നംകുളം മുനിസിപ്പാലിറ്റിയിലായിരുന്നു. അപ്പൊ എത്ര പേരാണ്? ഞാനും അനിയത്തിയും. അപ്പൊ കുന്നംകുളം മുനിസിപ്പാലിറ്റിയിലാണ് ട്രാൻസ്ഫർ കിട്ടുന്നത്. അപ്പൊ ഞങ്ങളെ കൂടെ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ അങ്ങോട്ട് കൊണ്ടുപോയി അവിടെയായി പിന്നെ പഠിത്തം. 10ാം ക്ലാസ് വരെ അവിടെ. 10ാം ക്ലാസ് വരെ അവിടെ. പക്ഷെ ഞങ്ങൾ താമസിച്ചത് ഗുരുവായൂർ അമ്പലത്തിന്റെ തൊട്ടടുത്താണ്, പടിഞ്ഞാറ് നടക്കില്. ഇതെങ്ങനെയാണ് ഈ വിവാഹത്തിലോട്ട് എത്തിപ്പെട്ടത്? വിവാഹം ആക്ച്വലി എനിക്ക് ചെറുപ്പം മുതൽ ഞങ്ങൾക്ക് അറിയാമായിരുന്നു. ഹരിയേട്ടനെ എന്റെ ചേട്ടന്റെ കൂട്ടുകാരനാണ്. അപ്പോ വീട്ടിൽ കാപ്പി കുടിക്കാനൊക്കെ വരും? ഇല്ല, എന്റെ വീട്ടിൽ വരില്ല, ചേട്ടന്റെ വീട്ടിൽ വരുമ്പോ ഞങ്ങളെ നന്നായിട്ട് അറിയാവുന്നോണ്ടാന്ന് തോന്നുന്നു. ചേട്ടൻ അങ്ങനെ ഞങ്ങളെ അധികം അടുപ്പിക്കാറൊന്നും ഉണ്ടായിരുന്നില്ല. പരിചയപ്പെടുത്തിയിട്ടുണ്ട്, ഇതിന്ന ആളാണ് എന്ന് പറഞ്ഞാലേ ഉള്ളൂ ചേട്ടൻ.
അപ്പോൾ പുള്ളി അപ്പം ഞങ്ങളിങ്ങനെ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ പ്രൊഫൈലിൽ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. നല്ല തുടക്കം. അതെ. അപ്പൊ ഞാൻ ചോദിച്ചേ എനിക്ക് മെസ്സേജ് അയക്കണം. അപ്പൊ എൻ്റെ കൂടെ ഒരു ഹരി പഠിച്ചിട്ടുണ്ട്, ഞാൻ അവനായിരിക്കും എന്ന് വിചാരിച്ചു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാനത് വിട്ടു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടനോ സുഖാണോ എന്ന് ചോദിച്ചു. സുഖമായിട്ടിരിക്കണോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചു തുടങ്ങിയ പറഞ്ഞു, ഞാനൊരു പ്രപ്പോസൽ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും, എനിക്ക് തോന്നുന്നു ഒരു ജസ്റ്റ് ഒരു 1 വീക്ക് കണ്ട ഞങ്ങള് സംഭവം തന്നെ. കാരണം ഒറ്റയാഴ്ചക്കകം ഒരു ഡയറക്റ്റ് അറ്റാക്ക് അല്ല, പ്രപ്പോസലാ അങ്ങനെയാ പറഞ്ഞേ, സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങനെയാ പറഞ്ഞത്, അല്ലാതെ പ്രേമിച്ച് നടക്കുക അങ്ങനെയുള്ള സമയമില്ല. അപ്പൊ മൂവീസ് ചെയ്തോണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ ഇങ്ങനെ വന്നപ്പോ ഞാൻ പറഞ്ഞു നമുക്കൊന്ന് മീറ്റ് ചെയ്ത് സംസാരിക്കാം. IT ബാംഗ്ലൂര് വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ പുള്ളി ബാംഗ്ലൂരിൽ ഇവിടെ വരും. ഒരു ദിവസം വന്നു എന്നെ കാണാൻ വേണ്ടിട്ട്. എന്നെ കാണാൻ ഒരു ദിവസം വന്നു. എന്നെയോ ചേട്ടനെ കാണാനോ? അല്ല, എന്നെ കാണാൻ വേണ്ടി വന്നു. എന്നെ കാണാൻ വേണ്ടി വന്നു. അപ്പൊ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടാ വരുന്നേ, ഞാനൊരു പെൺകുട്ടിയെ കാണാൻ പോവാണ്. അപ്പോ ഞാൻ അല്ലല്ല പെണ്ണ് കാണാൻ നിങ്ങളെ റെഡി ആയിരുന്നോളൂ അമ്മയുടെ അടുത്ത്. അപ്പൊ അമ്മ ആകെ ഞെട്ടിപ്പോയി. എന്താണ് ഈ പറയുന്നത്, ഒരാഴ്ചക്കുള്ളിൽ എന്താണ് നിനക്ക് സംഭവിച്ചതൊക്കെ. വന്നു, ഞങ്ങൾ കണ്ടു, മീറ്റ് ചെയ്തു, നമ്മൾ കല്യാണത്തിലേക്ക് പോവാം എന്നുള്ളൊരു ജാതകം അങ്ങനെ അപ്പോഴങ്ങനെ നോക്കുന്നില്ല. നേരെ വീട്ടിൽ വന്നു, അമ്മയോട് പറയുന്നു. അപ്പൊ എല്ലാരും അറിയാം, ഒരേ കാസ്റ്റ്, ഒരേ ഇത് എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പൊ അവർ വീട്ടിലേക്ക് വരുന്നു, അന്വേഷിക്കുന്നു. അപ്പൊ പിന്നെ അവർക്കൊരു പേടി എന്ന് പറയുമ്പോൾ എപ്പോഴും ആർട്ടിസ്റ്റ്, അവരെങ്ങനെയായിരിക്കും ബിഹേവ് ചെയ്യുക, എങ്ങനെയായിരിക്കും സംസാരിക്കുക, ഇങ്ങനെയൊക്കെ ഒരുപാട് പേടികൾ എൻ്റെ മദറിനിലോയ്ക്കും ഫാദറിനിലോയ്ക്കും ഉണ്ടായിരുന്നു. അപ്പൊ അവര് വന്ന് എന്നെ കണ്ടു, സംസാരിച്ചു. അപ്പോഴൊക്കെ ഞാൻ ഭയങ്കര സൈലന്റ് ആയിട്ടാണല്ലോ. അതിനുശേഷമാണ് മദറിലേക്ക് മനസ്സിലായത്, ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, കുട്ടി ഭയങ്കര പാവമായിട്ടാണല്ലോ തോന്നിയത്. പിന്നെ എൻ്റെ അടുത്ത് അടച്ചു വെക്കോ എന്ന് പറയേണ്ട അവസ്ഥ വരെ എത്തിച്ചു ഞാൻ. പിന്നെ എന്റെ ഫാദറിനോയുടെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ PhD ചെയ്ത് കാണാന്നുള്ളത്. ഇപ്പൊ ഇല്ല. കല്യാണം നെയ്യാറ്റിൻകര വെച്ചിട്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ബാംഗ്ലൂർ പോയി. അപ്പോൾ ബാംഗ്ലൂരിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ആക്ച്വലി BA ഭരതനാട്യവും MA ഭരതനാട്യവും ചെയ്തത്.